ഇപ്പം ഞാൻ വയനാട് പോയപ്പോൾ ഒരു കർഷകനോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്തുകൂടെ, ഇവിടെയൊക്കെ നല്ല മണ്ണല്ലേ? അപ്പോൾ പുള്ളി പറയുന്നത് സാറിന് അറിയാൻ പാടില്ലാണ്ടാണ്, ഇത് എത്രയോ വർഷങ്ങളായിട്ട് കർഷകന് 10,000 രൂപ സബ്സിഡി എന്ന് പറയും. നിങ്ങൾ വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ 10,000 രൂപ മേടിക്കാൻ ചെന്നാൽ 3,000 രൂപ പൈസയായിട്ടും 7,000 രൂപ വളമായിട്ടാണ് തരുന്നത്. വളം എന്ന് പറയുന്നത് രാസവളമാണ്, ഏതോ കമ്പനിയുടെ രാസവളമാണ്. അപ്പോൾ ഈ രാസവളം എന്ത് ചെയ്യും? കർഷകന് പുഴുങ്ങി തിന്നാൻ പറ്റും. അപ്പോൾ അയാൾ കൊണ്ടുവന്ന് പറമ്പിലിടും. ഇത് എല്ലാ വർഷവും ഈ സബ്സിഡി എന്ന് പറയുന്നത് ഈ കമ്പനിയുമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നടന്നതെന്നാണ് പുള്ളി പറയണത്, എനിക്കറിയില്ല. അപ്പോൾ ഈ രാസവളങ്ങൾ ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ സബ്സിഡി. അപ്പോൾ ഈ രാസവളങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കൃഷിഭൂമിയിൽ ഡംപ് ചെയ്തിട്ടുണ്ട് എത്രയോ വർഷങ്ങളായിട്ട്. കാരണം ഇനി ഞാനിവിടെ ഇനി ഈ രാസവളം ഇട്ടാൽ പോലും ഒരു മെച്ചമില്ല, കൃഷിയിൽ നിന്ന് ഫലം നല്ലത് വരില്ല. അപ്പോൾ ഇനി അതും കൂടി ഇട്ടില്ലെങ്കിലത്തെ സ്ഥിതി എന്താവും? അപ്പോൾ ഈ മണ്ണിൽ ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അടിച്ചിട്ട് പുതിയ ആൾക്കാർ, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ, കൃഷിയിൽ കമ്പമുള്ള ആൾക്കാർ ഇങ്ങനെ രാസവളം ഇട്ട് തൂർത്തിട്ടുള്ള ഭൂമിയാണ് മേടിച്ചിട്ട് നിങ്ങൾ ജൈവ കൃഷി ചെയ്യുന്നത്. ഒരിക്കലും ജൈവ കൃഷിയല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എത്ര ജൈവവളം ഇട്ടാലും മണ്ണിൽ രാസവളം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതൊരു ഭയങ്കര റിയാലിറ്റി ആണല്ലോ. അപ്പോൾ ഓരോ കാലങ്ങളിൽ നമ്മളുടെ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്തതാരാണ്? നമ്മളാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് സ്ഥാപനമൊന്നുമല്ലല്ലോ. ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മൾ സഹായിക്കാനും ശ്രദ്ധിക്കാനും ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളുകൾ, ഇതിനെക്കുറിച്ച് പഠിക്കാത്ത ആളുകൾ അവിടെ നിൽക്കട്ടെ. ഇതിനെക്കുറിച്ച് സർവകലാശാലയിൽ പോയി പഠിച്ചിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ, നിങ്ങളൊരു സർക്കാർ ജോലിക്കാരനാവുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും തീരുകയാണ്, നിങ്ങളുടെ എല്ലാ കമ്മിറ്റ്മെൻറ്റും തീരുകയാണ്. അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജോലി ചെയ്ത എത്രയോ തലമുറകളാണ് ഇതിനെ ഈ അവസ്ഥയിലെത്തിച്ചത്. അപ്പോൾ ഇതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞില്ല. ഇപ്പോൾ ഒരു നിയമം കൂടി ഉണ്ടായാൽ ഇന്ന ഗുണമുണ്ട് എങ്കിൽ അത് ഗവൺമെൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ നമുക്കിവിടെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, കൃഷി വകുപ്പുണ്ട്, കാർഷിക വിദഗ്ധരുണ്ട്. അവർ വഴിയുമൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ ഒരു ക്യാമ്പയിൻ നടത്താം. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ രാഷ്ട്രീയക്കാരത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യാമ്പയിൻ വഴി നമുക്ക് നേരിട്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇതിനെ ശ്രദ്ധിക്കാതെ പറ്റില്ല, അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഇതിനൊരു ക്യാമ്പയിനായിട്ടൊക്കെ ഇപ്പോൾ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണല്ലോ അതിന് ഇനിഷ്യേഷൻ എടുക്കേണ്ടത്, അത് സജസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ആധികാരികമായിട്ട് ഇത് പറയണം. ചിലപ്പോൾ ആളുകൾ കേൾക്കില്ല, വീണ്ടും പറയണം, വീണ്ടും പറയണം, വീണ്ടും പറയണം.